സ്ത്രീകൾ വളരെയധികം കൊതിക്കുന്ന ഒന്നാണ് മെൻ്റൽ ചലഞ്ച്. അപ്പോൾ മെൻ്റലി ചലഞ്ചിങ് അല്ലാത്ത പുരുഷന്മാരോട് സ്ത്രീകൾക്ക് അട്രാക്ഷൻ നഷ്ടപ്പെടും. വളരെയധികം മെൻ്റലി ചലഞ്ചിങ് ആയിട്ടുള്ള പുരുഷന്മാരോട് സ്ത്രീകൾക്ക് ഇങ്ങനെ അട്രാക്ഷൻ കൂടി വരും, ഒരു കൗതുകം കൂടി വരും. അപ്പോൾ അവരുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ഈ നമ്മളൊക്കെ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ ഒരു റെഗുലർ പാറ്റേൺ ഫോം ചെയ്യപ്പെടും. അതായത് ഇന്ന് രാത്രി ഇന്ന സമയത്ത് നമ്മൾ ഗുഡ് നൈറ്റ് പറയും, നമ്മൾ ഇന്ന സമയത്ത് അവരെ വിളിക്കും, ഇന്ന സമയത്ത് കാണാൻ പോകും, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ അവരോട് പറയും. ഇപ്പോൾ നിങ്ങൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ വരെ അവർക്ക് പ്രെഡിക്റ്റബിളാണ്. അപ്പോൾ നമ്മുടെ ജീവിതം മൊത്തം അങ്ങനെ പ്രെഡിക്റ്റബിളായി, പ്രത്യേകിച്ച് ഒരു കൗതുകവുമില്ല. അപ്പോൾ അങ്ങനെ ഒരു റെഗുലർ പാറ്റേണിലെല്ലാം പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും സ്ത്രീകൾക്ക് മെല്ലെ ബോറടിച്ച് തുടങ്ങും. അപ്പോൾ അങ്ങനെ ബോറടിച്ച് തുടങ്ങുമ്പോഴാണ് പല റിലേഷനും കുറച്ച് കഴിയുമ്പോൾ സ്ത്രീകൾ പെട്ടെന്ന് ബ്രേക്കപ്പ് ആക്കിയിട്ട് അവരുടെ പാട്ടിന് പോകുന്നത്. അപ്പോൾ അവരെ അതിൽ നിലനിർത്തണമെങ്കിൽ കുറച്ചൊക്കെ മെൻ്റലി ചലഞ്ചിങ് ആയിരിക്കണം. അപ്പോൾ ഈ മെൻ്റലി ചലഞ്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിയ ആനൂതര കാര്യമൊന്നും ചെയ്യേണ്ട, ഈ പാറ്റേൺ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഈ റെഗുലർ പാറ്റേൺ അങ്ങ് ബ്രേക്ക് ചെയ്യുക. അത് തന്നെയല്ല, ഇനി മറ്റൊരു രീതിയിൽ കുറച്ചൊക്കെ ഡ്രാമാറ്റിക് ആവുക എന്നുള്ളതാണ്. പുരുഷന്മാർ ഇങ്ങനെ വളരെ ഓപ്പൺ ആണ്, ഒട്ടും ഡ്രാമാറ്റിക് അല്ല. പക്ഷേ ചില അവസരങ്ങളിൽ സ്ത്രീകൾ കുറച്ചൊക്കെ ഡ്രാമ